ഈ വഴി ഒരു രക്ഷയില്ല കേട്ടോ. കുലുങ്ങി കുലുങ്ങി മൊത്തം കുഴിയും. ഒരു മഴ പെയ്താൽ അപ്പോൾ ഈ വഴി ഇങ്ങനെ ആവും. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. PWD for you നമ്മുടെ പൊതുമരാമത്ത് വകുപ്പ് നമുക്ക് വേണ്ടി പബ്ലിക്കിന് വേണ്ടി ഇറക്കിയ ഒരു ആപ്ലിക്കേഷൻ ആണ്. നമ്മൾ റോഡൊക്കെ നടന്നു പോകുന്ന വഴിക്ക് അല്ലെങ്കിൽ വണ്ടി യാത്ര ചെയ്യുന്ന സമയത്ത് കുണ്ടും കുഴിയൊക്കെ കാണുമ്പോൾ നമുക്കൊരു ബുദ്ധിമുട്ട് തോന്നാറുണ്ട് അല്ലെ, ഇത് ആരോട് പറയണം, എന്ത് ചെയ്യണം എന്നൊക്കെ. എന്നാൽ ഇനി അതിന്റെ ആവശ്യമില്ല. നമ്മുടെ കയ്യിലുള്ള ആൻഡ്രോയിഡ് ഫോൺ എടുക്കുക, സ്മാർട്ട് ഫോൺ എടുക്കുക, ഒരു ഫോട്ടോ എടുക്കുക, ജസ്റ്റ് അപ്ലോഡ് ചെയ്യുക. ഓക്കെ, ഒരു ഡിസ്ക്രിപ്ഷൻ കൂടി കൊടുക്കുക. നമ്മൾ സാധാരണഗതിയിൽ ഫേസ്ബുക്കിലൊക്കെ ഒരു പോസ്റ്റ് ചെയ്യുന്നതിന് വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് നമ്മുടെ കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്യാൻ സാധിക്കുന്ന ഒരു ആപ്ലിക്കേഷനാണ് PWD for you. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ ഈ ആപ്ലിക്കേഷൻ എന്താണ്, എങ്ങനെയാണ് ഇത് ഉപയോഗിക്കുന്നത് നോക്കാം. അതിനുവേണ്ടി നമുക്ക് ഈ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യണം. പ്ലേ സ്റ്റോറിൽ ഇപ്പോൾ അവൈലബിൾ ആണ്. അപ്പോൾ അതിന്റെ ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. എല്ലാവരും ഡൗൺലോഡ് ചെയ്ത് യൂസ് ചെയ്ത് നോക്കുക. വളരെ എളുപ്പത്തിൽ ആർക്കും അധികം വലിയ സാങ്കേതിക പരിജ്ഞാനമൊന്നും ഇല്ലാതെ തന്നെ ആർക്കും എളുപ്പത്തിൽ യൂസ് ചെയ്യാവുന്ന ഒരു ആപ്ലിക്കേഷനാണ്. നിലവിൽ നമുക്ക് ഇത് ആൻഡ്രോയിഡിലാണ് ഈ ആപ്ലിക്കേഷൻ ലഭ്യമായിട്ടുള്ളത്. നമ്മൾ ജസ്റ്റ് ഫോട്ടോ എടുക്കുക, അതിനെക്കുറിച്ച് ഡിസ്ക്രിപ്ഷൻ ടൈപ്പ് ചെയ്ത് കൊടുക്കുക, എന്താണ് നമ്മുടെ കംപ്ലൈന്റ് എന്നുള്ളത് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഈ ആപ്ലിക്കേഷനിൽ നമുക്കൊരു ആപ്ലിക്കേഷൻ അപ്ലൈ ചെയ്യാനായിട്ട് മീൻസ് ഒരു പരാതി കൊടുക്കാനായിട്ട് ആവശ്യമായിട്ടുള്ളത്. അപ്പോൾ വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്ന ഒരു ആപ്ലിക്കേഷനാണ്. അപ്പം നേരെ നമുക്ക് ഈ വീഡിയോയിലേക്ക് പോകാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായി Edusoft മലയാളം എന്ന ഈ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇത് ഇൻസ്റ്റാൾ ചെയ്ത് എങ്ങനെയാണ് വർക്ക് ചെയ്ത് നോക്കാം. നമുക്ക് പ്ലേ സ്റ്റോറിലേക്ക് പോയി PWD for you എന്ന് സെർച്ച് ചെയ്യാം. ഇതിൻ്റെ ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ അതിൻ്റെ താഴേക്ക് നോക്കുകയാണെങ്കിൽ അതിൻ്റെ സ്ക്രീൻഷോട്ട്സ് ഒക്കെ ഉണ്ട്. അതിൻ്റെ ഫീച്ചേഴ്സൊക്കെ നമുക്ക് കാണാൻ സാധിക്കും, എന്തൊക്കെയാണ് ഇത് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. മാപ്പ്, റോഡിൻ്റെ മാപ്പുണ്ട്, നമുക്ക് ഇമേജ് അപ്ലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഒക്കെ ഉണ്ട്. നമുക്കിത് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ കൃത്യമായിട്ട് ഇതൊക്കെ അറിയാവുന്നതാണ്. അപ്പോൾ നമുക്കിത് ഇൻസ്റ്റാൾ ചെയ്ത് നോക്കാം. ഇതിൻ്റെ എബൌട്ട് നോക്കുകയാണെങ്കിൽ ജസ്റ്റ് ഏതാണ്ട് 35 MB അടുത്താണ് സൈസ് വരുന്നത്. ഓക്കെ, ഇപ്പോൾ കേരള PWD ഡിപ്പാർട്ട്മെൻറ്റാണ് ഇത് നമുക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ആപ്ലിക്കേഷൻ. ഓപ്പൺ ചെയ്യുവാണ് PWD for you. ജസ്റ്റ് ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് ഒരു ജസ്റ്റ് ആക്സസ് പെർമിഷൻ ചോദിക്കുന്നു. ലൊക്കേഷൻ്റെ ആക്സസ് പെർമിഷനാണ്, നമ്മുടെ ലൊക്കേഷൻ ആക്സസ് ചെയ്യാനുള്ളത്. നമുക്കറിയാം റോഡ് കറക്റ്റായിട്ട് ലൊക്കേഷൻ അറിയേണ്ടതുണ്ട്. സോ ആ ഒരു പെർമിഷനാണ് ചോദിക്കുന്നത്. അത് ഈ ആപ്ലിക്കേഷൻ്റെ വർക്കിങ്ങിന് ബേസിക് ആയിട്ട് ആവശ്യമുള്ള ഒരു ആക്സസ് പെർമിഷനാണ്. സോ നമ്മൾ ജസ്റ്റ് ഒന്ന് ഓക്കെ കൊടുക്കുക, അലോ ചെയ്യുക. ഓക്കെ, നമ്മൾ ഓക്കെ കൊടുത്ത് അലോ ചെയ്തു. ദെൻ നമ്മുടെ ആപ്ലിക്കേഷൻ ലോഡാകുന്നു. ജസ്റ്റ് അതിൻ്റെ ഒരു ഇനിഷ്യൽ പേജാണ്. ഹോം പേജിലേക്ക് പോവുകയാണ്. കണ്ടിന്യൂ ടു ഹോം കൊടുത്താൽ മതി. കണ്ടിന്യൂ ടു ഹോം കൊടുക്കുന്നു. ഓക്കെ, ഇതാണ്. ഇവിടെ നമുക്ക് റിപ്പോർട്ട് ആൻഡ് ഇഷ്യൂ ഓൾറെഡി കിടപ്പുണ്ട്. മാപ്പ് കാണിക്കുന്നുണ്ട്, നമ്മുടെ കറൻറ്റ് ലൊക്കേഷനൊക്കെ ഇവിടെ കാണിക്കുന്നുണ്ട്. ഇനി ആ മുകളിലുള്ള ആ ഒരു 3 ഡോട്ടിൽ പ്രസ് ചെയ്തുകൊണ്ട് മുകളിൽ കാണുന്നത് നമുക്കറിയാം ഓപ്ഷൻസ് അല്ലേ, ആ 3 ഡോട്ടിൽ പ്രസ് ചെയ്തുകൊണ്ട് നമുക്ക് നമ്മുടെ ഒരു പ്രൊഫൈൽ വേണമെങ്കിൽ സെറ്റ് ചെയ്യാവുന്നതാണ്. നമുക്ക് പ്രൊഫൈൽ സെറ്റ് ചെയ്യണം രജിസ്റ്റർ ചെയ്യാനായിട്ട്. നമ്മുടെ പ്രൊഫൈൽ സെറ്റ് ചെയ്യാനായിട്ട് ആ മുകളിലുള്ള ഇവിടെ എന്താണ് സെർച്ച് ലൊക്കേഷൻ്റെ തൊട്ടിപ്പുറത്തായിട്ട് 3 വര കൊടുത്തിട്ടുണ്ട്. അവിടെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പ്രൊഫൈൽ സെറ്റ് ചെയ്യാം. മൊബൈൽ നമ്പർ കൊടുക്കുക, അല്ലെങ്കിൽ ഇമെയിൽ ഐഡി കൊടുക്കുക. ഒരു OTP കിട്ടും. ആ OTP ഉപയോഗിച്ച് OTP വെരിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ അക്കൗണ്ട് ആക്റ്റീവായി കിട്ടുന്നതാണ്. മൊബൈൽ നമ്പർ അല്ലെങ്കിൽ ഇമെയിൽ ഐഡി കൊടുത്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ അക്കൗണ്ട് വെരിഫൈ ചെയ്ത് എടുക്കാവുന്നതാണ്. ഓക്കെ, ദെൻ ജസ്റ്റ് ഒന്ന് വെരിഫൈ ചെയ്യുന്നു. OTP വന്നതാണ്. ഇനി നമുക്ക് അവിടെ റിപ്പോർട്ട് ആൻഡ് ഇഷ്യൂ എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട്. റിപ്പോർട്ട് ആൻഡ് ഇഷ്യൂ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്താണ് ഒരു ഇഷ്യൂ റിപ്പോർട്ട് ചെയ്യാം. അതുപോലെ തന്നെ നമ്മുടെ പ്രൊഫൈൽ വേണമെങ്കിൽ അപ്ഡേറ്റ് ചെയ്യാം കേട്ടോ. പ്രൊഫൈൽ എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷനൊക്കെ അവിടെ ഉണ്ട്. അത് വേണമെങ്കിൽ എഡിറ്റ് ചെയ്യാം. പ്രൊഫൈൽ പിക്ചർ ഇപ്പോൾ വന്നിട്ടില്ല എന്ന് തോന്നുന്നു. ഓക്കെ, റിപ്പോർട്ട് ആൻഡ് ഇഷ്യൂ കൊടുത്തു കഴിഞ്ഞാൽ ഇതാണ് അതിനൊരു വിൻഡോ കിട്ടുക. അവിടെ ആഡ് ഫോട്ടോ കൊടുത്തു കഴിഞ്ഞാൽ 2 ഓപ്ഷൻ ഉണ്ട്. ഗ്യാലറി ഉണ്ട്, ക്യാമറയുണ്ട്. ഗാലറി ഉണ്ട്. നമ്മുടെ ഡിവൈസിൻ്റെ ഗ്യാലറിയിൽ നിന്ന് ഫോട്ടോ എടുക്കാം, നേരത്തെ എടുത്ത ഫോട്ടോ. അല്ലെങ്കിൽ നമുക്ക് ഇപ്പോൾ തന്നെ ക്യാമറ ഉപയോഗിച്ച് ഫോട്ടോ എടുക്കാം. അപ്പോൾ ഗ്യാലറി ഏത് ഓപ്പൺ ആക്കിയാലും നമുക്ക് അതിനൊരു ആക്സസ് പെർമിഷൻ ചോദിക്കും. അവിടെയും ഗ്യാലറി ഡിവൈസിൽ നിന്ന് ഫയൽ ആക്സസ് ചെയ്യാനുള്ള പെർമിഷൻ ചോദിക്കുന്നുണ്ട്. അതുപോലെ ക്യാമറ ആക്സസ് ചെയ്യാനുള്ള പെർമിഷൻ ചോദിക്കുന്നുണ്ട്. അതൊക്കെ അലോ ചെയ്ത് കൊടുത്താൽ നമുക്ക് വർക്ക് ചെയ്യത്തുള്ളൂ. ഞാൻ ജസ്റ്റ് ഒരു ഡെമോ കാണിക്കാൻ വേണ്ടി ഒരു ഫോട്ടോ എടുത്താണ്. റോഡിൻ്റെ ഒന്നും പിക്ചർ അല്ല എടുക്കുന്നത്, ജസ്റ്റ് ഒരു ഫോട്ടോ എടുക്കുന്നു, നമ്മൾ ടിക്ക് ചെയ്യുന്നു. ഓക്കെ, ഒരു ഫോട്ടോ എടുത്തു, നമ്മൾ പിക്ക് ചെയ്തു. വേണമെങ്കിൽ ക്രോപ്പ് ചെയ്യാം. കറക്റ്റായിട്ട് പൊസിഷൻ നമുക്ക് മാർക്ക് ചെയ്ത് കാണിക്കാനായിട്ട് ക്രോപ്പ് ചെയ്യാൻ പറ്റും. ദെൻ അവിടെ ഡിസ്ക്രിപ്ഷൻ മസ്റ്റായിട്ട് കൊടുക്കണം, എന്താണ് പ്രശ്നം എന്നുള്ളത്, അല്ലെങ്കിൽ എന്താണ് നമ്മുടെ ആ ഒരു പ്രോബ്ലം എന്നുള്ളത് ഡിസ്ക്രിപ്ഷൻ കൊടുക്കുക. പ്രോബ്ലം ടൈപ്പ് ഉണ്ട്. ഓക്കെ, അപ്പം പ്രോബ്ലം ഏത് തരം പ്രോബ്ലമാണ് എന്നുള്ളത് അവിടെ ചോദിക്കുന്നുണ്ട്. അത് നമുക്ക് സ്പെസിഫൈ ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ റോഡാണോ, എന്തിൻ്റെ പ്രശ്നമാണെന്നൊക്കെ ഉള്ളത് കൃത്യമായിട്ട് ചോദിക്കുന്നുണ്ട്. PWD അണ്ടറിൽ വരുന്ന മറ്റ് കാര്യങ്ങളൊക്കെ, ഡ്രെയിനേജ് അങ്ങനെ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. സോ നമ്മുടെ റോഡ് സെലക്ട് ചെയ്യുന്നു, അങ്ങനെ കാര്യങ്ങളൊക്കെ സെലക്ട് ചെയ്യുന്നു. ദെൻ ജസ്റ്റ് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കംപ്ലയിൻ്റ് അവിടെ സബ്മിറ്റ് ആവുന്നതാണ്. അപ്പോൾ വലിയൊരു പ്രൊസീജിയർ എന്ന് പറയാനില്ല. നമുക്ക് ആർക്ക് വേണമെങ്കിലും ഫോട്ടോ എടുക്കുക, പോസ്റ്റ് ചെയ്യുക, ഡിസ്ക്രിപ്ഷൻ കൊടുക്കുക, എന്താണ് കംപ്ലയിൻറ്റ് സെലക്ട് ചെയ്യുക. ഓക്കെ, നമുക്ക് വലിയൊരു മാപ്പ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഈ മാപ്പ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാര്യങ്ങളെല്ലാം ലൊക്കേഷൻസ് എല്ലാം കൃത്യമായിട്ട് അറിയാൻ സാധിക്കും. ദെൻ നമുക്ക് നമ്മുടെ ഇഷ്യൂ, നമ്മുടെ ആ ഒരു പ്രോബ്ലം ട്രാക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ കൂടിയുണ്ട്. ഓക്കെ, സൈഡിലുള്ള ആ ഓപ്ഷൻസ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ട്രാക്ക് ചെയ്യാൻ സാധിക്കും. എവിടം വരെയായി നമ്മുടെ കംപ്ലയിൻറ്റിനുള്ള ആക്ഷൻ എന്നുള്ളത് കൃത്യമായിട്ട് നമുക്ക് അറിയാനായിട്ട് സാധിക്കും. ഓക്കെ, നമ്മുടെ ഈ കേരളത്തിലെ എല്ലാ ഒട്ടുമിക്ക റോഡുകളും ഉൾപ്പെടുന്ന PWD റോഡുകൾ ഉൾപ്പെടുന്ന ഒരു മാപ്പാണ് ഇവിടെ സെറ്റ് ചെയ്തിരിക്കുക. ജസ്റ്റ് ഞാൻ സൂം ഔട്ട് ചെയ്ത് കാണിക്കുകയാണ്. നോക്കുക, നമ്മുടെ കേരളത്തിലെ മാപ്പുകൾ കൃത്യമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഇന്ത്യയുടെ ഈ സൈഡിൽ നമ്മുടെ കേരളത്തിലെ മാപ്പാണ് കൃത്യമായിട്ട് അവിടെ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, സൂം ഔട്ട് ചെയ്ത് കാണിച്ചാണ് കേട്ടോ. സൂം ചെയ്യുമ്പോൾ റോഡുകളായിട്ട് തന്നെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. അപ്പോൾ ഇതാണ് PWD for you.
അപ്പോൾ ഇതാണ് ആപ്ലിക്കേഷൻ. നമ്മുടെ ആപ്ലിക്കേഷന് ചില പ്രശ്നങ്ങളൊക്കെ തോന്നിയിട്ടുണ്ടാകും. അതായത് പ്രൊഫൈൽ പിക്ചർ നമുക്ക് ഇപ്പോൾ അപ്ലോഡ് ചെയ്യാൻ സാധിക്കുന്നില്ല. അതൊക്കെ നമുക്ക് വഴിയെ വരും. അതായത് അതിന്റെ അപ്ഡേറ്റ്സ് നമുക്ക് ഉടൻ തന്നെ പ്രതീക്ഷിക്കാം. ജസ്റ്റ് ആപ്പ് ലോഞ്ച് ചെയ്തിട്ടേ ഉള്ളൂ. അപ്പോൾ ആപ്ലിക്കേഷന് ഒരു പരീക്ഷണാടിസ്ഥാനത്തിൽ റൺ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഏതായാലും ഇതിന്റെ ഫീഡ്ബാക്ക് അറിഞ്ഞ് ആപ്ലിക്കേഷനിൽ ഒരുപാട് അപ്ഡേറ്റ്സ് നമുക്ക് പ്രതീക്ഷിക്കാം. നല്ല അപ്ഡേറ്റ്സ് വരുന്നതായിരിക്കും. എനിവേ നമുക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടൊരു ആപ്ലിക്കേഷനാണ്. ആർക്കും എപ്പോൾ വേണമെങ്കിലും വഴിയെക്കുറിച്ചുള്ള റോഡിനെ കുറിച്ചുള്ള കംപ്ലൈന്റുകൾ അറിയിക്കാൻ സാധിക്കും. പ്രത്യേകിച്ച് ബുദ്ധിമുട്ടുകളോ പൈസ മുടക്കോ ഒന്നുമില്ല. എല്ലാവർക്കും എളുപ്പത്തിൽ യൂസ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കട്ടെ. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും നന്ദി.